നമസ്കാരം, അസ്സലാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഡയറ്റീഷ്യൻ ടീന സുധീർ. വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും തന്നെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ വെയിറ്റ് ലോസ് പ്ലാറ്റോ എന്ന് പറയുന്നത്. പ്ലാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. ഏകദേശം ഒരു 85 കിലോ ഉള്ള ഒരാളാണ് നിങ്ങളെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു മാസം പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകും. ഏകദേശം ഒരു 5 കിലോ ഒക്കെ വെയിറ്റ് കുറയും. രണ്ടാമത്തെ മാസം ചിലപ്പോൾ ഒരു 2 കിലോ ഒക്കെ കുറയുള്ളൂ. മൂന്നാമത്തെ മാസം ആകുമ്പോൾ ചിലപ്പോൾ ഒരു 75 നിന്നിട്ട് അവിടെ അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നീട് നിങ്ങൾ കുറേ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാവണമെന്നില്ല. ഇത് മെയിനായിട്ട് ഉണ്ടാവുന്ന ആർക്കാന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കൂലേ. ചിലർ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ മാത്രം കഴിച്ചുകൊണ്ട് ഡയറ്റ് എടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു 2 മാസം കൊണ്ട് വെയിറ്റ് ലോസ് പ്ലാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് കുറയാത്ത അവസ്ഥയിലോട്ട് വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് തന്നെ ഡയറ്റ് എടുക്കുക. കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്തുകൊണ്ടുള്ള ഡയറ്റ് ഒരിക്കലും അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം വെയിറ്റ് ലോസ് പ്ലാറ്റും ഉണ്ടാവും. പിന്നീട് ഒരിക്കലും വെയിറ്റ് കുറയില്ല. നിങ്ങൾ എത്ര സ്ട്രിക്റ്റിലോട്ട് പോകാനാ? ഓൾറെഡി നിങ്ങൾ സ്ട്രിക്റ്റ് ഡയറ്റിലാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് കഴിക്കാനാ? പട്ടിണി കിടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. വെയിറ്റ് ലോസ് ഒരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ വെയിറ്റ് ലോസ് പ്ലാറ്റൂവിൽ നിന്ന് കഴിയുമ്പോൾ മിക്കവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, വീണ്ടും ഒരുപാട് ഫുഡ് കഴിക്കും. ഇവർ കഴിച്ച് കഴിയുമ്പോൾ ആദ്യം ഉണ്ടായതിനെക്കാട്ടിയും ഇരട്ടിയായിട്ട് നിങ്ങളുടെ വെയിറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിലോ മറ്റോ നോക്കിയിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒന്നും അല്ല. ഒരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസോ ഡോക്ടേഴ്സോ ഒക്കെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കേട്ടിട്ട് ഡയറ്റ് എടുക്കുക. അതൊന്നും തന്നെ അത്ര അലോഡല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഈ ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാനാണ് പറയുന്നത്. പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പോവുക. അപ്പോൾ എൻ്റെ അടുത്ത് പല ക്ലയൻസും വരും. ഒരു മാസം ആകുമ്പോൾ ഇവരുടെ വെയിറ്റ് നന്നായിട്ട് കുറയും. രണ്ടാമത്തെ മാസവും മൂന്നാമത്തെ മാസവും ഒന്നും ഇവർ വരാറില്ല. ആദ്യമേ ഒന്ന് പോയി കഴിഞ്ഞ് പിന്നെ ഇവർ വരുന്ന എപ്പോഴാണെന്നറിയോ? പിന്നീട് ഇവർ ഫുഡൊക്കെ കഴിച്ച് വല്ലാണ്ട് വെയിറ്റ് വീണ്ടും കൂടും. വീണ്ടും കൂടുമ്പോൾ വീണ്ടും വരും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു 6 മാസത്തോളം ഡയറ്റീഷ്യനെ കണ്ടിട്ട് അവരുടെ അഡ്വൈസ് കേട്ടിട്ട് ഓരോ മാസവും ഡയറ്റ് പ്ലാൻ മാറ്റി അങ്ങനെ വേണം ഒരു പെർമനൻ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസിലോട്ട് എത്താനായിട്ട്. എപ്പോഴും ഡയറ്റീഷ്യനുമായിട്ട് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അങ്ങനെയുള്ള രീതിയിൽ വെയിറ്റ് ലോസിന് ശ്രമിച്ചാൽ മാത്രമേ നിങ്ങളുടെ വെയിറ്റ് കുറയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ തന്നു, ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാലും പലരും വരണമെന്നില്ല. ഇപ്പോൾ പല ക്ലയൻസും അങ്ങനെ തന്നെ വരുന്നത്. വീണ്ടും ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോൾ വീണ്ടും വരും, വേണം ഡയറ്റൊക്കെ പോയി ഒന്നുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു മാസം ഡയറ്റ് എടുത്തിട്ട് ഒരുവിധം കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവർ ചെയ്യില്ല. അങ്ങനെ ഒരു രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിട്ട് ഡയറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വെയിറ്റ് ലോസ് പ്ലാറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ്. ആദ്യമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഒട്ടുമില്ലാതെയുള്ള ഡയറ്റ് ഒരിക്കലും അലൗഡ് അല്ല. ചിലരിപ്പോൾ രാവിലെ സാലഡ് കഴിക്കും, ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കും, രാത്രി സാലഡ് കഴിക്കും. ഇങ്ങനെയുള്ള ഡയറ്റൊന്നും അലൗഡ് അല്ല. എല്ലാ ടൈമിലും കുറേശ്ശെ കാർബോഹൈഡ്രേറ്റ് വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. കാർബാണ് നമുക്ക് എനർജി തരുന്ന ഒരു ന്യൂട്രിയൻ്റാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബ് നമുക്ക് ആവശ്യമില്ലാത്ത ന്യൂട്രിയൻ്റ് ഒന്നും അല്ല. നമ്മുടെ ബോഡി സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ആ ഒരു രീതിയിലാണ്. കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നിങ്ങൾക്ക് എനർജി ലഭിക്കണം. പ്രോട്ടീൻ എന്തിനാ? പ്രോട്ടീനിൽ നിന്ന് നിങ്ങൾക്ക് മസിൽ ബിൽഡിംഗ് ആണ് പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ് വേണം. ഇങ്ങനെ ഓരോ ന്യൂട്രിയൻസിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വെയിറ്റ് ലോസ് പ്ലാറ്റു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് വെയിറ്റ്. അപ്പോൾ മിക്കവരും ആ സമയം സ്കിപ്പാക്കും. ഒരിക്കലും സ്കിപ്പാക്കരുത്. ഒരു മാസം കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പർ ഡയറ്റ് ചെയ്തിട്ട് നോക്കുക. ഒരു മാസം കഴിയുമ്പോൾ സാധാരണ എല്ലാവരുടെയും പ്ലാറ്റു ബ്രേക്ക് ആവും. ഇതല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസം നിങ്ങൾ നോർമൽ ഡയറ്റിലോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് 85 കിലോ ഉള്ള ഒരാളായിരുന്നു, 75 കിലോയിൽ സ്റ്റക്കായിട്ട് നിൽക്കുക. വീണ്ടും നിങ്ങൾ ഒരു മാസം ഡയറ്റ് എടുത്തു നോക്കി, എന്നിട്ടും കുറയുന്നില്ല, 75 കിലോയിൽ തന്നെ നിൽക്കുക എന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം നോർമൽ ഫുഡിലോട്ട് പോവുക. നോർമൽ നിങ്ങൾ എന്താ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ആ ഫുഡിലോട്ട് തന്നെ പോവുക. അതിനുശേഷം വീണ്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ രീതി, പ്ലാറ്റു ബ്രേക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്
പ്ലാറ്റു വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ. ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, തൈറോയിഡ്, അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ PCOD, ഇതൊക്കെയാണ് വെയിറ്റ് ലോസിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. ഇതൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം ഒരു ഡീറ്റോക്സ് ഡയറ്റ് എടുക്കാം. ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു 500 കിലോ കാലറിയിൽ താഴെയുള്ള ഡയറ്റ് എടുക്കാം. ഡീറ്റോക്സ് ഡയറ്റ് പ്രത്യേകം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡയറ്റ് എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് നോർമൽ ഡയറ്റിലോട്ട് പോകാവുന്നതാണ്. ഇതും പ്ലാറ്റു ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ, അതും നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നില്ല, വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, വർക്കാവും, ഇതിലേതെങ്കിലുമൊക്കെ വർക്കാവും. പക്ഷെ ചിലർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലർക്ക് ഇങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഓക്കെ ആക്കാവുന്നവരുണ്ട്. ചിലർക്ക് നോർമൽ ഫുഡിലോട്ട് പോയി പ്ലാറ്റു ബ്രേക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പം അത് ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തർക്ക് താല്പര്യമുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ രീതികൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് രീതിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്നത് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 16 മണിക്കൂറെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉള്ള, ഫുഡ് ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിങ്. അത് ഒരു ദിവസം നോക്കിയാൽ മതി കേട്ടോ. ഒരു ദിവസം നോക്കാം. അതിനുശേഷം വീണ്ടും നോർമൽ ഡയറ്റിലോട്ട് പോകാം. ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പ്ലാറ്റു ബ്രേക്ക് ആവുന്നതാണ്. മനസ്സിലായല്ലോ. ഒന്നാമത്തേന്ന് വെച്ചാൽ ഒരു 3 ദിവസം നോർമൽ ഡയറ്റിലോട്ട് പോവുക. ഡയറ്റ് എടുത്തുകൊണ്ട് ഇരിക്കുകയാണല്ലോ, അതിൻ്റെ ഇടയ്ക്കല്ലേ ഈ പ്ലാറ്റു വന്നത്. അപ്പോൾ നോർമൽ ഡയറ്റിലോട്ട് ഒരു 3 ദിവസം പോവുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഏത് ഡയറ്റാണോ എടുത്തിരുന്നത് അത് കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് 500 കിലോ കാലറി താഴെ, അതായത് സാലഡോ ഫ്രൂട്ട്സോ മാത്രമൊക്കെ ആയിട്ട് ഒരു 2-3 ദിവസം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിനുശേഷം നോർമൽ ഫുഡിലോട്ട് പോകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ 16 മണിക്കൂർ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നോർമൽ ഫുഡിലോട്ട് പോകാം. ഈ 3 രീതിയുമാണ് പ്ലാറ്റു ബ്രേക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. ഇനി ഇതുകൊണ്ടൊന്നും ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറ്റ് ഒരു 1 മന്ത് കൂടെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തു നോക്കൂ. എന്നിട്ട് പിന്നെ നമ്മൾ മനസ്സിൽ തന്നെ വിചാരിച്ചാൽ മതി. കാരണം ഓരോരുത്തർക്കും അവരവരുടെ ബോഡി ടൈപ്പ് വ്യത്യാസമായിരിക്കും കേട്ടോ. ചിലർക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുറയും, ചിലർക്ക് കുറയത്തില്ല. അത്ര തന്നെ. ആ രീതിയിൽ എടുക്കേണ്ടതാണ്. വെയിറ്റ് കുറയുന്നില്ല എന്ന് വെച്ചിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ച് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നശിപ്പിക്കാതിരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പ്ലാറ്റു ബ്രേക്ക് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ. ഇനി ഒരു രീതി കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എക്സസൈസ് കുറച്ച് ചേഞ്ച് ആക്കി നോക്കാം. ഒരേ ടൈപ്പ് എക്സസൈസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡ് മാറ്റി നോക്കാം. ഇപ്പോൾ സുംബ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ യോഗ ട്രൈ ചെയ്യാം. യോഗ ചെയ്യുന്നവർക്ക് സുംബ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പിലുള്ള എറോബിക് വർക്കൗട്ട് ചെയ്യാം. ബോഡി സ്ട്രെങ്തനിങ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ റുട്ടീനായിട്ട് ചെയ്യുന്ന വർക്കൗട്ട് ഒന്ന് മാറ്റി നോക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് പ്ലാറ്റു ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെച്ചോളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാട്ടോ. പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യൻ കണ്ടിട്ട് മാത്രം ഡയറ്റ് എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ഇതിലോട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക്